സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യും. പെസഹാകാലം 4-ാമത്തെ ഞായർ, നല്ലിടയ ഞായർ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. നല്ലിടയനെ പറ്റി പറയുന്ന ഈ ഒരു സുവിശേഷ ഭാഗം, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ കാണുവാൻ സാധ്യമുള്ള ഒരു കാര്യമാണ്. ഓരോ ഇടയന്മാരും തങ്ങൾക്ക് ലഭിക്കുന്ന ആട്ടിൻ പറ്റങ്ങളെ, ആട്ടിൻ കൂട്ടത്തെ സംരക്ഷണ കൂട്ടിലേക്ക് മാറ്റിയതിനു ശേഷം വാതിലിൽ കിടക്കുന്ന പതിവ് ഉള്ളതാണ്. അതിന് കാരണമെന്ന് പറയുക, ഏതെങ്കിലും ഒരാട് പുറത്തേക്ക് പോകുമ്പോൾ ആ ആട്ടിടയനെ സ്പർശിച്ചിട്ട് വേണം കടന്നു പോകുവാനായിട്ട്. മറ്റൊരു സ്ഥിതിയിൽ പറയുകയാണ് എങ്കിൽ, ചെന്നായ്ക്കളോ മറ്റ് വന്യമൃഗങ്ങളോ ആടുകളെ പിടിക്കുവാനായിട്ട് ആ കൂട്ടിലേക്ക് കടക്കണമെങ്കിൽ ഇടയനെ സ്പർശിച്ചിട്ട് വേണം കടക്കുവാനായിട്ട്. അതൊരു വലിയൊരു സംരക്ഷണ വലയമാണ്, ഒരു വാതിലാണ്. ഇവിടെ നല്ല ഇടയനായിട്ട് കാണുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും നല്ല ഇടയനാണ്. കുഞ്ഞാടുകളായ നമ്മളെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ നല്ല ഇടയൻ. നമ്മുടെയൊക്കെ മുന്നിൽ യേശുക്രിസ്തു നിൽപ്പുണ്ട്. എന്നെ ഉപദ്രവിക്കുവാനായിട്ട് എന്തെങ്കിലും കടന്നു വരുന്നുണ്ട് എങ്കിൽ യേശുക്രിസ്തുവിനെ സ്പർശിച്ചിട്ട് വേണം അവ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട്. യേശുക്രിസ്തു നല്ല ഇടയനായതുകൊണ്ട് യേശുക്രിസ്തു നമ്മെ സംരക്ഷിക്കും. ഒരു ചെറുകഥ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നല്ലിടയൻ്റെ ചിത്രം കാണുന്നത് ഒന്നുകിൽ യേശുക്രിസ്തുവിൻ്റെ തോളിലായിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ, അല്ല എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞാടിൻ്റെ രൂപമാണ് നാം സാധാരണഗതിയിൽ കാണാറുള്ളത്. ആ ഒരു ചിത്രത്തിനെ നോക്കി ഒരു കഥാകൃത്ത് എഴുതിയത് പ്രകാരമാണ്: ചില നല്ല ഇടയന്മാര് തങ്ങളുടെ ആട്ടിൻപറ്റത്തിൽ ഉണ്ടായിരിക്കുന്ന തുള്ളിച്ചാടി നടന്ന് ആ കൂട്ടം തെറ്റി നടക്കുന്ന ചില കുഞ്ഞാടുകളെ ആ നല്ല ഇടയന്മാര് ചെറിയ മുറിവുകളിലൂടെ മുറിപ്പെടുത്തുകയും അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യാറുണ്ട്. അതായത് ആ മുറിപ്പാടുകൾ ഉണങ്ങുന്നത് വരെ ആ നല്ല ഇടയന്മാര് ആ ആട്ടിൻകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാറുണ്ട്. ആ മുറിവ് ഉണങ്ങുന്ന അത്രയും കാലം നെഞ്ചോട് ചേർന്ന് നടക്കുന്ന ആ കുഞ്ഞാട് ആ ഒരു ഇടയന്റെ സ്നേഹം മനസ്സിലാക്കുകയും പിന്നീട് ഒരിക്കലും കൂട്ടം തെറ്റാതെ ഇരിക്കുവാനായിട്ട് സാധ്യത ഏറെ ആയതുകൊണ്ട് ചില നല്ല ഇടയന്മാർ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഒരു കഥാകൃത്ത് പറയുന്നുണ്ട്. ഇവിടെ നല്ല ഇടയനായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്: എൻ്റെ ജീവിതത്തിൽ ചെറിയ മുറിപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ആ നല്ലിടയൻ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ സങ്കടമുണ്ടാകുന്ന നിമിഷങ്ങളിലാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക, യേശുവിനെ വിളിക്കുക. ഓരോ വിളിയിലും നാം മനസ്സിലാക്കേണ്ടത്, ഈ നിമിഷമുണ്ടായ എൻ്റെ ഈ ചെറിയ മുറിപ്പാടുകൾ യേശുക്രിസ്തു നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ആ യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുക എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യവും എൻ്റെ സത്യവും എൻ്റെ ഉത്തരവാദിത്വവും എന്ന് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല ഇടയനായിട്ട് മാറുക എന്നതുകൂടെ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു നല്ല ഇടയനായിട്ട് നിന്നുകൊണ്ട് നമ്മെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഞാനും നിങ്ങളും
ഒരു നല്ല ഇടയനായിട്ട് മാറേണ്ടിയിരിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ, തങ്ങൾക്ക് ലഭിച്ച സഹോദരങ്ങളെ, തങ്ങൾക്ക് ലഭിച്ച മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. നല്ല ഇടയനായി നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സംരക്ഷിക്കേണ്ട ചില ആളുകളുണ്ട്. അവരെ സംരക്ഷിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ നാം സ്വീകരിക്കുന്നത്. ഇവിടെ നല്ലിടയൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റ് ആടുകളോടൊപ്പം മേയ്ക്കുമ്പോൾ അവൻ ചെറു കഥകളൊക്കെ പറഞ്ഞു നൽകുന്നുണ്ട്. ആടുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും സ്നേഹം പകർന്നു നൽകുവാനുമാണ് അവിടെ ആ കുഞ്ഞാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. എന്നാൽ ഇന്നിൻ്റെ ലോകമെടുത്ത് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നാം ചെയ്യുന്ന നല്ല ഇടയൻ്റെ ഉത്തരവാദിത്വത്തിന് പകരം മറിച്ച് എൻ്റെ ഭവനങ്ങളിൽ നാം ചെയ്യാറുള്ള ഒരു ചെറിയൊരു പ്രവൃത്തിയാണ് ഇന്ന അയൽക്കാരനോട് സ്നേഹം കാണിക്കാൻ പാടില്ല, അവൻ ശത്രുതയുള്ള വ്യക്തിയാണ്. അല്ല എങ്കിൽ മാതാപിതാക്കളുടെ സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ മക്കളോട് പറയാറുണ്ട്, ഇന്ന സഹോദരനോട് നിങ്ങൾ മിണ്ടുവാൻ പാടുള്ളതല്ല എന്നൊക്കെ. ഇവിടെയൊക്കെ ഞാൻ നല്ല ഇടയനാണോ എന്ന് നമ്മൾ സ്വമേധയാ ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഭവനത്തിൽ ഞാൻ ഒരു നല്ല ഇടയനായിട്ട് മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ നല്ലിടയ ഞായർ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ക്രിസ്തുനാഥൻ നമ്മൾ ഓരോരുത്തരോടുമായി പറയുന്നത്. ഇത് എൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് നമ്മൾ സ്വമേധയാ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും ഞാൻ നല്ല ഇടയനായിട്ട് പ്രവർത്തിക്കേണ്ട തലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഇവിടെ യേശുക്രിസ്തു സുവിശേഷത്തിലൂടെ പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നാണ് സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. എൻ്റെ പ്രവൃത്തികൾ, ഇന്ന് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എൻ്റെ അയൽവാസിയെ സ്നേഹിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. സഹോദരന്മാരെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ തുടങ്ങുന്ന മാതാപിതാക്കളോടൊക്കെ ആയിട്ട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഈ ഒരു ചെറിയൊരു സമൂഹം മാത്രമല്ല, മറിച്ച് എനിക്ക് ഇനിയും ആടുകൾ ഒത്തിരിയുണ്ട്. അവരെയും ഞാൻ കൂട്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അവരെയും സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനും ചെയ്യേണ്ട ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണത്. നല്ല ഇടയനായിട്ട് എൻ്റെ ചെറിയൊരു സമൂഹത്തെ മാത്രമല്ല, മറിച്ച് എൻ്റെ പുറമെയുള്ള, എൻ്റെ ഭവനത്തിന് പുറമെയുള്ള എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു നല്ല ഇടയനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.